റോമ 11-11 വാക്യം. ആകയാൽ ഞാൻ ചോദിക്കുന്നു, അവർക്ക് കാലിടറിയത് വീഴാനായിരുന്നുവോ? ഒരിക്കലുമല്ല. ഇസ്രായേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു. തന്മൂലം അവർക്ക് വിജാതിയരോട് അസൂയ ഉളവായി. നമുക്ക് വീഴ്ചകളും തകർച്ചകളും വേദനകളും ഉണ്ടാവുമ്പോൾ അത് നമ്മെ നശിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ അല്ല, കൂടുതലും ശക്തിയും വിശ്വാസവും ആഴമേറിയ ധൈര്യവും നമ്മെ ജീവിക്കുവാൻ പ്രാപ്തരാക്കാൻ വേണ്ടി തമ്പുരാൻ നമ്മെ ശക്തരാക്കുന്നു. ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ തൻ്റെ കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ആ പക്ഷി കുഞ്ഞിനെ താഴേക്ക് ഇടുന്നു. താഴേക്ക് നിലം പറ്റാൻ ശ്രമിക്കുമ്പോൾ അത് ഓടിച്ചെന്ന് അതിനെ താഴെ നിന്ന് താങ്ങി നിർത്തുന്നു, വീണ്ടും ഉയരങ്ങളിൽ പറത്തിവിടുന്നു. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നത് പോലെ നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മെയും ഓരോ സിറ്റുവേഷനിലും ഓരോ സാഹചര്യത്തിലും ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നു. അതിനെ തിരിച്ചറിയാൻ കഴിയാത്തവർ ജീവിത സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും വേദനകളിലും പെട്ട് നിരാശരായി കഴിയുന്നു. ഈശോയെ, തകർച്ചകളും വേദനകളും വരുമ്പോൾ അത് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമുക്ക് താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ താങ്ങി നിർത്തുമെന്നും ഉള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നാഥാ. ഈശോയെ, ഞങ്ങൾ വീഴാൻ പോകുമ്പോൾ അങ്ങ് ഞങ്ങളെ താങ്ങി നിർത്തണമേ. തകർന്നുപോയ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ ഈശോയെ, താങ്ങി നിർത്തണേ. ഒരു മെഴുകുതിരി പോലെ അവരെ ഉരുക്കി വാർക്കണമേ. ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്നും, ജഡമോഹങ്ങളിൽ നിന്നും, മൊബൈലിൻ്റെ അഡിക്ഷനിൽ നിന്നും, ലഹരിയുടെ അഡിക്ഷനിൽ നിന്നും പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ഉരുക്കി വാർക്കണമേ. കുടുംബങ്ങളെ ഉരുക്കി വാർക്കണമേ. ഇപ്പോൾ കുടുംബങ്ങൾക്ക് വിശ്വസ്തതയില്ല, നിലനിൽപ്പില്ല, പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. നമ്മൾ മക്കളെ വളർത്തുന്നു. നമ്മൾക്കൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനും ഏറ്റവും നല്ലതായിട്ട് അവരെ വളർത്തുന്നത് നമ്മൾക്ക് അവരൊരു പ്രതീക്ഷയുണ്ട്, സ്വപ്നമുണ്ട്. അതുപോലെയാണ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹം ചെയ്ത് അവരെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വിടുന്നത്. ഈശോയെ, പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി തന്നിഷ്ടത്തിന് ദൈവവിശ്വാസമില്ലാതെയും വിശ്വസ്തതയില്ലാതെയും ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഈശോയെ, ലോകവസ്തുക്കളിൽ നിന്നും ഉള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകി കുടുംബങ്ങളെയും മക്കളെയും ദമ്പതികളെയും മാതാപിതാക്കളെയും അയൽവാസികളെയും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ഈശോയെ അനുഗ്രഹിക്കണമേ, ഒരുക്കി വാർക്കണമേ, രക്ഷിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ.